ഇന്നത്തെ നമ്മുടെ റെസിപ്പി നെല്ലിക്ക വെച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാൻഡിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്ന നെല്ലിക്കയാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാം നെല്ലിക്ക നന്നായിട്ട് കഴുകിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്രേറ്ററിൽ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ആ കുരു വരുന്ന വരെ അതിൻ്റെ മൊത്ത ഭാഗം വരുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ എല്ലാ നെല്ലിക്ക ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരല്പസമയം ഇളക്കി കൊടുത്ത് ഈ നെല്ലിക്ക ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പോൾ നമ്മളിവിടെ നെല്ലിക്ക ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് 1/2 കപ്പ് ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മണ്ണും പൊടിയൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ അല്പം വെള്ളത്തിൽ അരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഈ ശർക്കരയും നെല്ലിക്കയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന രീതിയിൽ ഒരല്പസമയം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ശർക്കരയൊക്കെ ഇവിടെ നിന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടുന്നത് കറുവപ്പട്ടയാണ്. അതൊരു 1/4 ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറുവപ്പട്ട പൊടിച്ചതില്ലെങ്കിൽ ചെറിയൊരു പീസ് ആദ്യം നമ്മൾ ആ നെല്ലിക്ക റോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടിയിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന രീതിയിൽ തന്നെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി ഇതുപോലെയൊന്ന് ഉരുട്ടിയെടുക്കാം. ഇത് നമുക്ക് ഇതുപോലെ തന്നെയും കഴിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് കാണാനൊക്കെ ഒരു ഭംഗിക്കായിട്ട് പഞ്ചസാര കൊണ്ട് ജസ്റ്റ് വേണേൽ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാം. ഇത് നമുക്കൊരു 3-4 ദിവസമൊക്കെ വെളിയിൽ വെച്ച് കഴിക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നെല്ലിക്ക വെച്ച് ചെയ്തെടുക്കുക എന്നുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്.